എല്ലാവർക്കും നമസ്കാരം. ഞാൻ അബ്രഹാമിൻ്റെ പടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്, അതുപോലെ തന്നെ ഒമറിൻ്റെ പടത്തിലും ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ ഇത്രയും യങ്സ്റ്റേഴ്സ്, പുതിയ തലമുറകളുടെയും ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അല്ല, എന്നൊക്കെ എന്നാണ് നിങ്ങളല്ല, നീ എന്നല്ല, നീ സീനിയറാണ്, നല്ല പ്രായമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ ഒരുപാട് സിനിമകൾ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഈ സിനിമയെക്കുറിച്ചൊന്നും വളരെ വ്യക്തമായിട്ട് പറയാൻ പാടില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് സംഭവങ്ങൾ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും പുറത്ത് പറയാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. കാരണം അങ്ങനെ ഒരു സാധനം മാത്രമാണ് ഇത് പിടിച്ചിരിക്കുന്നത്. തമാശയും ഇമോഷനും ഫൈറ്റും സോങ്ങും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ ഒരു നല്ല ദിവസമാണ് ഇന്ന്. പിന്നെ മറ്റൊരു പ്രത്യേകത, എൻ്റെ പൂജയുടെ എന്ന് പറഞ്ഞതാണ്, ഈ മുറ്റത്ത് ഇവിടെയായിരുന്നു പഞ്ചാബി ഹൗസ് ഷൂട്ട് ചെയ്തത്. അതൊരു ഞാൻ അന്നും പറഞ്ഞ പോലെ പറയണം, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഓസ്കാർ അവാർഡ് എന്ന സിനിമ, അതുപോലെ തന്നെ ഈ സിനിമയും ഒരു വൻ ഹിറ്റായിട്ട് മാറും എന്ന് ഒരു നല്ല പ്രതീക്ഷയുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് കണ്ടപ്പോൾ അനുഭവപ്പെട്ടത്. അന്ന് പഞ്ചാബി ഹൗസ് ചെയ്തപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആൽബിയാണ്. എൻ്റെ കൂടെ അല്ല, ഞങ്ങളുടെ കൂടെ മൊത്തം ഉണ്ടായിരുന്നു. ലാലക്കണ്ട ലാലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആൽബി ജോലി വായിക്കുന്നത് ആൽബിയാണ്. ഇപ്പതിൽ DOP ആണ്, ഒരു വലിയ DOP ആണ് മലയാള സിനിമയിൽ. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്. അതുപോലെ തന്നെ അത് ഇവിടെ വെച്ചായതുകൊണ്ട് തന്നെ അതിലേറെ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും നേടുന്നു. 4, 3, 2, 1, 0. എനിക്കൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള സിനിമയാണ്. കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള ഒരു ഫോർമാറ്റിൽ ഇങ്ങനൊരു ജോണുള്ളൊരു സിനിമ ഞാൻ ചെയ്തിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഒരുപാട് പോലീസ് വേഷങ്ങളും സീരിയസ് ആയ കഥാപാത്രങ്ങളായിരുന്നു. അപ്പോൾ ഇതെനിക്കൊരു പുതിയ അനുഭവമാണ്. ഒരു ഹ്യൂമറിലെ ആക്ഷൻ അങ്ങനെയൊക്കെയുള്ള കോമഡി സിനിമയാണ്. പക്ഷെ എൻ്റെ കൂടെ എനിക്ക് സപ്പോർട്ട് ചെയ്ത ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട്. സോ ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. നിങ്ങളെല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവണം. ആൻഡ് പ്രമോറിനും അതിൻ്റെ നന്ദി പറഞ്ഞു. ഇങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് എന്നെപ്പറ്റി ആലോചിക്കാനും ഈ ക്യാരക്ടർ ചെയ്യാനും ആലോചിച്ചതിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ടൈറ്റിൽ ലോഞ്ച് ആണ്. ടൈറ്റിൽ ലോഞ്ചിനെ കുറിച്ച് പറയുന്നെങ്കിൽ അത് ഞാൻ ഒരു ചെറിയൊരു പഞ്ച് ഡയലോഗ് അടിച്ച് നോക്കാം. നമ്മുടെ ടീമിനെ കുറിച്ച്, ഞങ്ങളെല്ലാവരും നല്ല മനുഷ്യന്മാരാണ്. പക്ഷെ അത്രയും നല്ല മനുഷ്യന്മാർ. நாங்கள் நல்லவங்க தான், ஆனால் அவ்வளோ நல்லவங்க இல்லை. கெட்ட பசங்கப்பா, பேட் பாய்ஸ். இந்த பேட் பாய்ஸோட ஆட்டத்தை தியேட்டரில் நீங்கள் கண்டிருக்கீங்க. பயங்கர பேடாக இருக்கு. Shivu Ibrahim, please. Good evening to all. ആക്ച്വലി ഇതിൻ്റെ പ്രൊഡ്യൂസർ എബ്രാഹിമാണ്. എൻ്റെ സ്വന്തം ഭർത്താവ് സ്ഥലത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ദുബായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിൻ്റെ ഫംഗ്ഷൻ ഇവിടെ കഴിഞ്ഞു. കാരണം കുറച്ച് നാളുകളായിട്ട് ഇതിൻ്റെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നന്ദി ഞാൻ എല്ലാവരോടും അറിയിക്കുന്നു. ഈ ഒരു സിനിമ ഞങ്ങളുടെ അബാം മൂവീസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമയായിരിക്കും. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ അണിനിരക്കുന്ന, എസ്പെഷ്യലി റഹ്മാൻ സാർ. ഞാനിത് ചെറുപ്പത്തിൽ കണ്ട് ആരാധിച്ചിരുന്ന അദ്ദേഹത്തെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ആയിരിക്കാൻ പറ്റില്ലെന്ന്. ഇത് കൂടാതെ തന്നെ ഒരുപാട് സർപ്രൈസ് അപ്പിയറൻസസും ഈ സിനിമയിലുണ്ടാവും. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാനായിട്ട് ഒന്നരക്ക ആണ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു. അപ്പം എൻ്റെ പേരിലും അബാം ന്യൂസിൻ്റെ പേരിലും എൻ്റെ ഭർത്താവിൻ്റെ പേരിലുള്ള നന്ദി സ്നേഹവും എല്ലാ ഓൺലൈൻ മീഡിയാസിനും ഒപ്പം ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പ്രത്യേക നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ ഡയറക്ടറായിട്ടില്ല. അപ്പൊ അതിന് മുന്നേ എൻ്റെ ടീമിൻ്റെ ചാൻസ് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സൈജു ചേർന്ന് ഇങ്ങോട്ട്
എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ഗ്രാൻഡ് പരിപാടികളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ നേരെ വീട്ടിൽ നിന്ന് കുത്താൻ എടുത്തിട്ട് സാധാരണ ഷൂട്ടിങ് പോലെ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇതിൻ്റെ മേലേക്ക് മാത്രം ഷൂട്ട് ചെയ്തത്. ഓവർ വളരെ ഇറക്കാണ്. ഒമറിൻ്റെ ഫസ്റ്റ് ഓണം ഹാപ്പി വെട്ടി. അപ്പം കുറേ പേരൊക്കെ അറിയാമെങ്കിൽ ഞാൻ ചാൻസ് ചോദിക്കുന്നതിൽ ഒരിക്കലും മടി വിചാരിച്ചവരാണ്. അപ്പോൾ സെന്തിന് അപ്പൊ അങ്ങനെ ഹാപ്പി വെഡിങ്ങിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അനൗൺസ്മെന്റ് പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ അതിലൊരു പരിപാടി ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഒമറിനെ തപ്പിപ്പിടിച്ച് നമ്പറൊന്നുമില്ല. അപ്പം ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തു. അങ്ങനെ അദ്ദേഹം എനിക്ക് ആ പടത്തിലൊരു ഉപ്പനും ക്യാരക്ടർ ബാലേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എനിക്ക് തന്നു. അധ്യാപകത്തിന്റെ പടത്തിൽ 1-2 പ്രാവശ്യം ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഡേറ്റിന്റെ ഒക്കെ ഇഷ്യൂസ് കാരണം എനിക്ക് അഭിനയിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ പ്രാവശ്യം എന്തായാലും അഭിനയിക്കാൻ സാധിച്ചു. എന്തായാലും ബാഡ് ബോയ്സ് ഒരു വലിയ ഒരു ബമ്പർ ലുക്കാണ് ഇതിന്. ഈ ഒരു ലുക്ക് പോലെ ഒരു ബമ്പർ ഹിറ്റായിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഇത് നമ്മുടെ ഓണത്തിന്റെ റിലീസാണെന്ന് പറഞ്ഞാണ്. ഇത് ഉറപ്പായിട്ടും ഒരു വലിയ ഹിറ്റായിരിക്കും. താങ്ക് യു. അന്ന് ബാല കൂട്ടിട്ടാ വന്നത്. ഇന്ന് നല്ല മഴയുള്ള ദിവസം ഒറ്റ ഷർട്ടിട്ടാ വന്നിട്ടുള്ളത്. ഇത്ര വിചിത്ര ബോധമുള്ള ഒരാൾ കയറിയില്ല. എന്തായാലും ഇന്നത്തെ ഡ്രസ്സിങ്ങിൽ ഞാൻ അംഗീകരിക്കുന്ന സൈജിന് ഈ ധൈര്യം ഇട്ട് വരാനുള്ള ഈ വന്നു മുതലുള്ള ഒരു എനർജി ഉണ്ട്, ഒരു ദൈവികമായ സ്പർശമുണ്ട്. നമ്മുടെ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിലും ദൈവമാണ് യഥാർത്ഥത്തിലെ കൺട്രോളർ. കാരണം ഇപ്പോൾ പോലും ഈ ചാറ്റൽ മഴ എന്ന് പറഞ്ഞ ഐശ്വര്യമാണ്. നമ്മളെല്ലാം ഷൂട്ട് ചെയ്യാൻ സാധിച്ചത് കൃത്യമായിട്ട് സാധിച്ചുണ്ട്. നമ്മുടെ ജീവിതത്തില് ഇത്ര എൻജോയ് അല്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒമറിന്റെ ഒരു അധ്യാപകനായിട്ട് പല അധ്യാപകരും എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും വൈബുള്ള ഒരു അധ്യാപകനെ കിട്ടിയതില്ല. കാരണം എന്നെ ഒരു കലാകാരന് അവസരം കിട്ടിയാലേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊരു കലാകാരനും ആ ഒരു അവസരം കൊടുക്കുന്ന ഒരു സംവിധായകൻ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ്. ഓൾവേസ് ഗോഡ് ബ്ലെസ് ഇൻഷാല്ലാ. ഇത് ഹിറ്റിനപ്പുറം ഒന്നും വിചാരിക്കേണ്ട. അതിന്റെ അപ്പുറം പോകും. കാരണം ആ ഒരു വൈബിലുണ്ട്. ബാഡ് ബോയ്സ് എനിക്ക് തോന്നുന്നു ഒരു വേൾഡ് ഹിറ്റ് തന്നെയായിരിക്കും. അതിൽ സംശയമില്ല. കാരണം ഓരോ സീൻസിലും ആ കണ്ടസ് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ബിബിലാണെങ്കിലും സെന്തിലാണെങ്കിലും നാൻസനാണെങ്കിലും നിങ്ങളുടെയൊക്കെ നേതാവായിട്ടിരുന്ന റഹ്മാൻ സാറ്, എല്ലാ അസോസിയേഷനും ഫെഫ്റ്റിന്റെ അമ്മയുടെ എല്ലാം കൂടെ. കാരണം ഒരു മീറ്റിംഗ് ആണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ നടത്താൻ പറ്റും. അപ്പൊ എന്റെ അടുത്ത് തന്നെ ചോദിച്ചു, കഴിഞ്ഞ ദിവസം ചോദിച്ചു അമ്മയുടെ ഒരു മീറ്റിംഗ് അവിടെ നടത്താൻ പറ്റില്ലെന്ന് ചോദിച്ചു. കാരണം അത്ര മെമ്പേഴ്സ് നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും. യാതൊരു സംശയവും അത് എഴുതി വെച്ചു, നോട്ട് ഡൗട്ട്. കുറച്ച് ഫ്രണ്ടിലോട്ട് വരും, കുറച്ച് ഫ്രണ്ടിലോട്ട് കയറും. ഒരുപാട് സന്തോഷം. ഈ ബാഡ് ബോയ്സിലെ ഒരു ബാഡ് ബോയ് ആവാൻ ഉള്ള ഭാഗ്യം തന്നതിൽ അബാ മൂവീസിനോടും ഒമറിക്കയോടും ഇതിൻ്റെ മുഴുവൻ അണിയർ പ്രവർത്തകരോടും നന്ദി പറയുകയാണ്. ഈ ഷൂട്ടിങ് ഓരോ ദിവസം ചെല്ലുമ്പോഴും ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഇനിയിപ്പോൾ തീരുന്ന സമയത്ത് ഷൂട്ടിങ് തീരുന്ന സമയത്ത് മിക്കവാറും ഇതിലും ഞാനൊക്കെ കരയുന്നു. അത്ര എൻജോയ്മെന്റ് ആണ് ഞങ്ങൾ എല്ലാവരും. പ്രകടനിലേക്ക് ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര സീരിയസ് ആയിരുന്നു. ഇപ്പോൾ ഊട്ടി സ്കൂളിൽ പഠിച്ച ആളിപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ഒരാളുണ്ട്. അത്രയും നമ്മളോട് ഭയങ്കര ഫ്രീ ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഭയങ്കരമായിട്ട് അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. ഇതിന് പറഞ്ഞു അല്ല, ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകതയും ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നത് റൊമാൻറ്റോടെ ചെയ്തത് തന്നെയാണ് സത്യത്തിൽ. വേറൊന്നുകൊണ്ടല്ല, നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ എനിക്ക് സിനിമ വലുതും ചെറുതൊക്കെ ആവുന്നത് തിയേറ്ററുകളിലാണ്, ജനങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുതരാൻ പറ്റും. കാരണം ഇന്നേ വരെ കാണാത്ത ഒരു റഹ്മാൻ സാറിന്റെ പെർഫോമൻസ് അത് നിങ്ങൾക്ക് എനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റും. അതാണ് ഈ സിനിമയിലേക്ക് ഒരു പ്രത്യേകത എന്ന് തോന്നുന്നു. എന്തായാലും സന്തോഷം. നിങ്ങൾ എല്ലാ സിനിമകളും സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. നമസ്കാരം. ഒരുപാട് സന്തോഷം. ഒരു വലിയൊരു ടീമിന്റെ കൂടെ റഹ്മാനിക്കയുടെ കൂടെ നമുക്ക് അഭിനയിക്കാൻ പറ്റും. സൈജോട്ടിനുണ്ട്, ടനച്ചോട്ടിനുണ്ട്, ഇതൊക്കെ നല്ല സിന്ധുണ്ട്. അപ്പൊ ഇതിലെല്ലാവരുമായിട്ട് വളരെ കമ്പനിയാണ് നമ്മളത്. ഇപ്പൊ ഇവിടെ ദിവസം നമ്മളിവിടെ വരുന്ന ഒരു സ്കൂളിൽ പോകാനാണ്. സ്കൂളിൽ വരുന്നു, ഇവിടെ അടിച്ചു പഠിക്കുന്നു, തിരിച്ചു പോകുന്നു, അങ്ങനെയാണ്. അല്ലാണ്ട്
ഇത്ര സമയത്തിന് ഇവിടെ വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഇവിടെ പോകുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും വിഷമം. അപ്പോൾ അതിന്റെ ഒരു ചിരി മഴ നമുക്ക് എന്തായാലും തിയേറ്ററിൽ കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ ഒരു കാര്യം, നിങ്ങളെല്ലാവരും നന്നായി നന്ദി മീഡിയ. പ്രധാനമായിട്ട് ഒരാളെ കൂടി പരിചയപ്പെടുത്താനുണ്ട്. വേറെ ഒന്നുമല്ല, ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ സാരംഗിന്. ഒരു സ്ക്രിപ്റ്റ് ഇല്ലാതെ സിനിമയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഒരിക്കലും റൈറ്റർ പറഞ്ഞുകൊണ്ട് ഞാൻ റൈറ്റർ പറഞ്ഞു റൈറ്റർ പറഞ്ഞുകൊണ്ട് ഒന്നുമില്ല. സാറിന് താങ്ക് യു. സന്തോഷം ഒത്തിരി സന്തോഷം. എബ്രാഹിം സാറ് നമ്മുടെ ഭൈര സന്തോഷത്തിന്റെ കല്യാണത്തിന് വെച്ച് കണ്ടപ്പോൾ സുഖൊരു വേഷമുണ്ട് പുറത്തു കൊണ്ടുപോകാൻ. പക്ഷെ ഇത്രയും ഗംഭീര വേഷമാണ് ഈ മനുഷ്യൻ എനിക്ക് തന്നെ കണ്ടൂടെ. ഞാൻ കരഞ്ഞു പോകും. കാര്യം എന്ന് പറഞ്ഞാല് എന്നെ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാകുന്നത് ഇദ്ദേഹത്തോടെയാണ്. ഒത്തിരി സന്തോഷം. പ്രേമാസാറിന്റെ കൂടെ ഞാനൊക്കെ കൊച്ചിലെ അദ്ദേഹത്തിന്റെ സിനിമ പാത്രത്തിൽ നിന്ന് മതിലിരുന്ന് കണ്ട ഒരു എക്സ്പീരിയൻസ് എനിക്കുള്ളത്. ആ മനുഷ്യന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതും പിന്നെ എന്തായാലും ഒത്തിരി സന്തോഷം. ഈ സിനിമ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവട്ടെ. ഈ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ട് ഇതില്, ഒത്തിരി പേര്. ഈ പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമ മുഴുവനുണ്ട്. ഈ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവട്ടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാവരും സപ്പോർട്ട് വേണം. എല്ലാവർക്കും നമസ്കാരം. അബാമോസിന്റെ രണ്ടാമത്തെ സിനിമയിലാണ് ഞാൻ അഭിനയിക്കുന്നത്. പുതിയ നിയമം ആദ്യമായിട്ട് അഭിനയിച്ചത്. റഹ്മാനികളുടെയും ഒമറിന്റെ കൂടെയും ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ത്രില്ലാണ്. ഒറ്റവാക്കിൽ പറയാൻ കാരണം ഒരുപാട് പേരുണ്ട്. അശോക് ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ എല്ലാവരെയും പഞ്ചാബ് ദിവസമായിരിക്കും ഈ സിനിമ. Back on!